10 വീട് കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക. സമയം വൈകരുത്. ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വീടിൻ്റെ കീ ഏറ്റുവാങ്ങുന്നവർക്ക് ഈ 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈയോ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയോ അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ ചിട്ട, അതാണ് ശരി, അതാണ് ഞങ്ങളെ പഠിപ്പിച്ചതും. പക്ഷേ എസ് കെ ഇത് വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എസ് കെ എനിക്ക് വേണ്ടി കീ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മറ്റ് പലർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ പ്രചോദനമായി ഇനിയും ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നും ഈ പാവപ്പെട്ട അവശരും അശനരും നിരാലംബരുമായ ആളുകൾക്ക് തലചയിക്കാനുള്ള സൗകര്യം ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥ അവർക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം. ഇത് ഒരാളുടെ മാത്രം, ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് കേരളത്തിലെമ്പാടും വീടിനു വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, റൊട്ടി മക്കാൻ കപ്പട എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന ആ മക്കാൻ വീടിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഈ 24 ചാനൽ എൻ്റെ സുഹൃത്ത് എസ് കെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇതൊരു മഹാപ്രസ്ഥാനമായി വളരുകയും അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും സഹായം കിട്ടുകയും ചെയ്യുക എന്നത് അത് അവരുടെ ഒരു ബാധ്യതയായി തന്നെ അവരേറ്റെടുത്തു എന്നുള്ളതിൽ ഞാൻ അവരോട് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ഒരു രാത്രി ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, നോക്കൊരു പെൺകുട്ടി, ഒരു സ്ത്രീയും കുട്ടികളുമായിട്ട് കരയുകയാണ്, അവരെ പുറത്താക്കി വീട്ടിൽ നിന്നാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനേ കണ്ടില്ലല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത് എനിക്ക് വെച്ച് തരികയാണ് എൻ്റെ വൈഫ്. അത് വെച്ചപ്പോൾ ഇതാണ് കാണുന്നത്, അവരെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ സ്വരാജിനെ വിളിച്ചു, പറഞ്ഞു ഉടൻ എസ് കെ ആയിട്ട് സംസാരിക്കുകയും ഈ പ്രശ്നം ഇപ്പം തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ച്, സ്വരാജ് നീ എവിടെയാണ് ഇപ്പോൾ? ഞാൻ ജിമ്മിലാണ്. ഓ, ശരീരം നോക്കുന്നത് ശരി, പക്ഷെ ഇപ്പം നീ ജിമ്മിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ കാര്യം കഴിഞ്ഞ് അവരെ വീട്ടിൽ പാർപ്പിച്ചിട്ടേ ഇനി എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ആരൊക്കെ ഞാൻ വിളിക്കണം ഒക്കെ വിളിക്കണം. ഇനി ക്യാഷ് ഏത് ബാങ്കാണെന്ന് എനിക്കറിയായിരുന്നില്ല. ക്യാഷ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിലെ ആൾക്കാരെ വിളിച്ച് പറയാം, ക്യാഷ് തൽക്കാലം അവരവിടെ കൊണ്ടുവന്ന് വെച്ച് പിറ്റേ ദിവസം കാലത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നാലും താക്കോല് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സുഹൃത്ത് മണപ്പുറം നന്ദകുമാർ അപ്പം തന്നെ അതിനെല്ലാ സഹായവും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മനുഷ്യൻ സഹായിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഈ ചാനലിനോടും പ്രത്യേകിച്ച് എസ് കെയോടൊക്കെ ഉള്ള പ്രത്യേകമായ സ്നേഹവും മതിപ്പും. അപ്പോൾ 5 വീട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കൂടുതൽ വേണ്ടേ? അപ്പോൾ 2 കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ ഫൈനാൻസ്, കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ 29 കൊല്ലമായി എൻ്റെ കൂടെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ കീ ഏറ്റുവാങ്ങുന്നവർക്ക് ഈ 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 വീട് കൂടി നിങ്ങൾ ടോം തന്നെ ഇവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കുക. നമ്മൾ 10 വീട്. ഇത് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തതെന്ന്. എൻ്റെ ആളുകളെ ഞാനിത് ഏൽപ്പിച്ചാൽ എനിക്ക് അവരെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും 1% പ്ലസ് ആൻഡ് മൈനസ് വന്നാൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ അത് കമ്മ്യൂണലാവാം, റിലീജിയസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കാകാം. അപ്പോൾ ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ
അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത് 10 വീട് കൂടി ഞാൻ 24 NSK ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക. സമയം വൈകരുത്. അതിന് എന്നെ അസറ്റ് സഹായിക്കണം, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. കാരണം ഈ കാത്തിരിപ്പ്, ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനിപ്പിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രത്യേകം ഇവിടം ചെയ്യണം. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ്. കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം. 5 ട്രില്യൺ എക്കണമിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വരുന്ന എന്തിനേയും നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടവരാണ്. കാരണം ഭാവി തലമുറയുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും 5 ട്രില്യൺ എക്കണമിയിലേക്ക് ഇന്ത്യ എത്തുമെന്നുള്ളതിൽ നമ്മൾക്കൊന്നും വിഷമം വിചാരിക്കേണ്ട. ആ നിലയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ. ഇനിയും ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് മതസ്ഥാപനങ്ങളിലും പോയാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾ രാജ്യസ്നേഹികളായി വളരുക. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക, അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക. അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതൊന്നൊരു പ്രശ്നമില്ല. ആയതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഭാസുരമായൊരു രാജ്യം നമ്മളുടെ ബാധ്യത കൂടിയാണ്. ആ രാജ്യം അവർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. ആയതുകൊണ്ട് ഈ 5 ട്രില്യൺ എക്കണമിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിലെ എല്ലാ രീതിയിലും നമ്മൾ സഹകരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ പരിപാടിയിൽ പറ്റില്ല എന്ന് വീണ്ടും എസ്കയോട് പറഞ്ഞപ്പോൾ എസ്ക പറഞ്ഞു, അതല്ല, നിങ്ങൾ മുഖാന്തരം വേറെ ആളുകൾക്കൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അല്ലാതെ ഇത് കൊടുത്തുകൊണ്ടൊരു പേരെടുക്കാനല്ല. താങ്ക് യു വെരി മച്ച്.